ഇന്ധനവില കൂടുമ്പോൾ ഇലക്ട്രിക് വാഹന ബുക്കിംഗിൽ വർധന. ടാറ്റ മോട്ടോഴ്സിൽ 2 മാസം കൊണ്ട് വർധന 2.5 മടങ്ങ്. ഇവിയുടെ വിപണി വിഹിതം ഇപ്പോൾ 5%. കഴിഞ്ഞ മാർച്ചും ഈ മാർച്ചുമായി തട്ടിച്ചു നോക്കിയാൽ രജിസ്ട്രേഷനിൽ വർധന 68%. ഈ മാർച്ചിലെ രജിസ്ട്രേഷൻ 22,499 യൂണിറ്റ്. ജൂൺ 19 വാർഷിക പൊതുയോഗ തീയതിയായി നിശ്ചയിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഓഹരി ഉടമകൾക്ക് 6 രൂപ വീതം ലാഭവിഹിതം. ഇത് നേടാനുള്ള റെക്കോർഡ് തീയതി ജൂൺ 5. AI, എനർജി, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നിവ വഴി ഇന്ത്യയുടെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ പങ്കുവഹിക്കുമെന്ന് വാർഷിക റിപ്പോർട്ടിൽ ചെയർമാൻ മുകേഷ് അംബാനി. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് പ്ലാറ്റ്ഫോമുകളിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ കൊണ്ടുവരാൻ മെറ്റ. പ്രതിമാസം $3 മുതൽ $4 വരെ. അടിസ്ഥാന ആപ്പുകൾ സൗജന്യമായി തുടരും. പ്രീമിയം പ്ലാനുകളിൽ കൂടുതൽ സവിശേഷതകൾ. 28% GST സുപ്രീം കോടതി ശരിവെച്ചതോടെ നിയമയുദ്ധത്തിൽ പുതുവഴി തേടി ഗെയിമിംഗ് കമ്പനികൾ. പുനഃപരിശോധനാ ഹർജി, ഇളവിനായി സർക്കാരിനെ സമീപിക്കൽ തുടങ്ങിയ വഴികളാണ് ആലോചനയിൽ. അതേസമയം അനുകൂല സാഹചര്യം പരിമിതം. കർണാടകത്തിന് പുതിയ മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. ഭരണത്തിന്റെ പകുതിയിൽ അധികാരമാറ്റം എന്ന മുൻധാരണയാണ് നടപ്പാകുന്നത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.